ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആനന്ദ് പറഞ്ഞ ആളാണോ? ஆமா. ആനന്ദ് എന്താ പറഞ്ഞ? മാഡത്തേക്ക് ഏതോ தேவைப்படுന്നു சொன்னே. അന്ന കറക്റ്റ് சொல்லல. നിങ്ങളുടെ കയ്യില് പാമ്പില്ലേ? இருக்குமா, 5 എണ്ണം ഇருக்கு. അതിലെ ഏറ്റവും വിഷം കൂടിയതേതാ? എങ്കിട്ട മൂർക്കനിരിക്കെ വെള്ളിക്കെട്ടിരിക്കെ എല്ലാമേ വിഷപ്പാമ്പതാ. എന്നമ്മാ ഉങ്ങൾക്ക് ഫോട്ടോ പിടിക്കണമാ? ഫോട്ടോ പിടിക്കാനൊന്നുമല്ല, എനിക്ക് ഒരാളെ കൊല്ലണം. ഒരാളെ കൊല്ലണം. അത് മുടിയാതമാ. எனக்கு அந்த மாதிரி பிசினஸ் ஒன்றும் கிடையாது. சும்மா தெருவு போய் பாம்பே காட்டியா சில்லறை கிடைக்கும், அது ஓகே. ஆனா ഒരാളെ കൊല പண்றது അത് മുടിയാതമാ. തനിക്ക് ഞാൻ തരാൻ പോകുന്ന കൂലി എത്രയാണെന്നറിയോ? 3 ലക്ഷം രൂപയാ. എവ്വളോ? 3 lakhs. ഞാൻ പറയുന്ന ഒരാള് തന്റെ പാമ്പ് കടിച്ച് ചത്താൽ ആ നിമിഷം തനിക്ക് തന്റെ പണം കിട്ടിയിരിക്കും. എന്നാലും വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ ഞാൻ അടുത്ത ആളെ നോക്കും. അമ്മ നില്ലുങ്കോ. எனக்கு ஓகே அம்மா. ரிஸ்க் தான், ஆனா மேடம் எவ்வளவு தூரம் வந்து சொல்லிருக்காரு, நான் ரெடி ஆக்காமா. ഗുഡ്. അപ്പൊ എപ്പോഴാ എനിക്ക് പാമ്പിനെ കാണാൻ പറ്റുക? മാഡത്തേക്ക് ഇപ്പൊ ടൈം இருக்கா? കൂടെ വാമാ. നടക്ക. ഇപ്പോഴെങ്കിലും തങ്കത്തിന്റെ സംശയം മാറിയല്ലോ. ആ പെണ്ണുമ്പിള്ള പറയുന്നതും കേട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് കൃഷ്ണയുടെ ജീവിതത്തിനല്ലേ ബാധിക്കുന്നേ, അല്ലേ? എന്റെ സുനന്ദേ, തങ്കത്തിനെ കണ്ടപ്പോ ആ കുടുംബക്കാരുടെ പെരുമാറ്റം ഒന്ന് കാണണമായിരുന്നു. ഹോ, എന്തൊരു സ്നേഹമായിരുന്നു. അതിപ്പോ ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആള് മുതൽ താഴെയുള്ള ആള് വരെ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു, അല്ലേ തങ്കം? ഗോപാലൻ പറഞ്ഞത് ശരിയാ. നല്ല കുടുംബക്കാരെ. ഇത്രയും വലിയ കാശുകാരാണെന്നുള്ള ഭാവം ഒരാൾക്ക് പോലും ഇല്ല. നവീൻ എന്തൊരു നല്ല കുട്ടിയെ. തങ്കേച്ചി, ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ. തങ്കേച്ചിയുടെ മോളെ കൊള്ളാവുന്നൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചെന്ന് പറയുമ്പോ അത് മനസ്സിൽ പിടിക്കാത്ത കുറെ പേരുണ്ടാവും. അവരിതുപോലെ ശാപത്തിന്റെ കഥയും ആ വീടിനെ കുറിച്ചുള്ള കുറ്റവും കുറവും ഒക്കെ പറയും. തങ്കേച്ചി വേണം അത് മനസ്സിലാക്കി പ്രതികരിക്കാൻ. എന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയമൊക്കെ മാറി സുനന്ദേ. പോയത് നന്നായി. ഇല്ലെങ്കിൽ അതൊക്കെ എന്റെ മനസ്സിൽ കിടന്ന് അത് വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയേനെ. ഞാൻ എന്റെ ജീവിതത്തിൽ പുണ്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയായി പോയത്. പക്ഷേ കൃഷ്ണ കുഞ്ഞുനാള് മുതലേ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ കഷ്ടപ്പെടുന്ന അവളുടെ മനസ്സ്, അത് ദൈവം കണക്കിലെടുത്തു എന്ന് പറഞ്ഞാ മതി. അതുകൊണ്ടല്ലേ അവക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയത്. കാര്യം കൃഷ്ണയ്ക്ക് ഇങ്ങനെ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ബന്ധം കിട്ടിയത് ഭാഗ്യമാണെന്ന് നമ്മൾ പറയും. പക്ഷേ കൃഷ്ണയെ പോലൊരു പെൺകുട്ടിയെ കിട്ടാൻ അവര് ഭാഗ്യം ചെയ്യണം. അങ്ങനെ പറയുന്നതാ സത്യം. അത് ശരിയാ. ഒരു 10 ജന്മം തപസ് ചെയ്താൽ പോലും കൃഷ്ണയെ പോലൊരു കുട്ടിയെ മരുമകളായി കിട്ടില്ല.